മുഅജ്ജത്തിന് പഠിപ്പില്ല, സിഹറിന് പഠിപ്പുണ്ട്. അതാ മുഅജ്ജത്തും സിഹറും തമ്മിൽ വ്യത്യാസം. മുഅജ്ജത്തിന് കറാമത്തിന് പഠിപ്പില്ല, കറാമത്തിന് പഠിപ്പില്ല, സിഹറിന് ഒരു പഠിപ്പുണ്ട്. കാളയാകാം, മനുഷ്യന്മാർ കാളയായി കാണിക്കും, അങ്ങനെ ഉണ്ട്. നമ്മളെ നാട്ടിലൊക്കെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു. ഓടി 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 കാളയായി കാണിക്കുക, ബഖറത്തായി കാണിക്കുക, അങ്ങനെയാണ്. ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യും? അവര് അങ്ങനെയൊക്കെ ചെയ്യും. അതിന്റെ ആ പോയിന്റൊക്കെ എത്തിയാല് അങ്ങനെയാണ്. ചില പ്രത്യേകമായ മരുന്നുകളും മന്ത്രങ്ങളും അവർ ഉപയോഗിക്കും. എന്നിട്ടോ തുണിയൊക്കെ കഴിച്ചിട്ട് മുമ്പ് ഒരു കാളയാകാൻ വേണ്ടി ഒരു ഒടിയൻ ഇറങ്ങി, പക്ഷെ പഠിപ്പ് പൂർത്തിയായിട്ടില്ലായിരുന്നു. അങ്ങനെ തുണി ഉടുക്കാതെ അങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ ചാടിയപ്പോ ആരോ പറഞ്ഞത്ര ആ തുണി എടുത്തെടുത്തോ, സാധനം ശരിയായിട്ടില്ല എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ഒന്നും കൂടി ശരിയാക്കിയിട്ട് മതി തുണി അയച്ചുള്ളൂ എന്ന് പറഞ്ഞു. തുണി അയച്ചിട്ടിട്ട് ചില പ്രത്യേകമായ മന്ത്രങ്ങളും ചില പ്രത്യേക മരുന്ന് ഉപയോഗിച്ചാൽ അവർക്ക് അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും എങ്ങനെ ഇതൊക്കെ അടുത്ത കാലം വരെ നടന്നാലും എന്നാലോ അവരെ തളച്ചവരുണ്ടായിരുന്നു. ഈ തളച്ച ആളുകളോ അവര് കാളയായിട്ടുണ്ടോ? കാളയായിട്ടില്ല. കാളയായി ഒരു പ്രത്യേക മരുന്നിന്റെയും മന്ത്രത്തിന്റെയും സമയം കഴിയുന്നവരെ അങ്ങനെ ജനങ്ങളെ മുന്നിൽ കാണിക്കും. എങ്ങനെ കെട്ടിടാൻ കഴിഞ്ഞാൽ നേരം കൊടുക്കുമ്പോൾ കുറ്റിമേൽ തുണി കൊടുക്കാതെ നിൽക്കുന്നത് കാണാൻ കഴിയും. അപ്പൊ കാളയായിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെ തഹീലാക്കാണ്. അത് പല കാര്യങ്ങളും അങ്ങനെയാണ്. അത് അയാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായി കാണിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ കൊല്ലം ഒരു എന്താ പറയാ, ഒരു കൺകെട്ട് കാണിച്ച, ഒരു മാജിക് കാണിച്ച ഒരാളുണ്ട്. ആ മാജിക് പേര് പറയണ്ട, മാജിക് കാണിച്ച ഒരാളുണ്ട്. അയാള് സെക്കൻഡ് കൊണ്ട് മാജിക് കാണിക്കും. ഇങ്ങനെ നോട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചീന്തിയിട്ട് ഇങ്ങനെ മനോരമ പത്രം, മാതൃഭൂമി എല്ലാം ഇങ്ങനെ എടുത്തിട്ട് ചീന്തിയിട്ട് സെക്കൻഡുകൾ കണ്ട് നോട്ടിന്റെ നോട്ട് 10, 100 നോട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കും. ഇയാള് 1500 റുപ്യൊക്കെ മദ്രസയിൽ പഠിപ്പിക്കാം. ഞാനിങ്ങനെ ആലോചിച്ചു, ഇത്ര പൈസ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ ഇയാളിപ്പോ രാവിലെ 9, 9:30 മണിക്ക്, രാവിലെ 7 മണിക്ക് കതച്ച് മദ്രസയിൽ പോകുന്നത് എന്തിനാണ് എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അത് ഔഹാമം ബഹയാലാത്താണ്. മനസ്സിലായില്ല? അതോട് പേടിന്ന് സാധനം വാങ്ങാൻ പറ്റില്ല. അല്ല, ഇത്ര എളുപ്പം ഈ കാര്യമൊക്കെ ഇവർക്ക് നടക്കുന്നതാണെങ്കിൽ നോട്ടിന്റെ 10 ഇങ്ങനെ കടലാസ് കൊണ്ട് ചീന്തിയിട്ട് പെട്ടെന്ന് 100 നോട്ട്, 100 നോട്ട് ഇങ്ങനെ കാണിക്കാൻ കഴിയും. എന്നിട്ടോ ആ സാധുവിന്റെ പണി എന്താണെന്നറിയോ? വൈകുന്നേരം വല്ല മാച്ചൊക്കെ കാണിച്ചാൽ പിറ്റേന്ന് പോയിട്ട് ഇങ്ങനെ സാധുവായ നിലക്ക് ജോലി ചെയ്യാണ്. കുട്ടികളെ പോറ്റണമെങ്കിൽ ഈ പൈസ കിട്ടുക തന്നെ വേണം. ഈ പൈസ കൊണ്ട് കുട്ടികളെ പോറ്റാൻ നടക്കില്ല. റേഷൻ പൊട്ടിന് സാധനം കിട്ടൂല. അതുകൊണ്ട് ഇത് നമ്മളെ ആളാകാൻ മാത്രമേ പറ്റുള്ളൂ എന്നതുപോലെ ഇങ്ങനെയുള്ള പല കളികളും കളിക്കും. ഈ ആളുകളെ ഒടുക്കാൻ കഴിയുന്ന ആളുകൾക്കോ ഒടുങ്ങും. നേരം എടുത്ത തുണി എടുക്കാതെ നിൽക്കുന്നത് കാണാം. അതൊക്കെ സംഭവിക്കും. അതെല്ലാം സിഹറിന്റെ ചില ഭാഗങ്ങളാണ്. അതൊക്കെ സംഭവിക്കാൻ കഴിയും, സംഭവിക്കും. അപ്പോൾ മുഅജ്ജത്തിനെയും സിഹറിനെയും അതിനൊരു പഠിപ്പുണ്ട്. ഒരു മനുഷ്യൻ കാളയാവുക, അതിനൊരു പഠിപ്പുണ്ട്. കറാമത്തിനോ ഒരു പഠിപ്പില്ല. എന്ത് പഠിപ്പുള്ളത്? കറാമത്തിന് പറക്കുന്ന തന്നെ നടക്കും, നടക്കും തന്നെ പറക്കും. കറാമത്തിന് പഠിപ്പില്ല, ഒരു പഠിപ്പില്ല. അലാഉബ്നുൽ ഹളറമി റളിയല്ലാഹു അൻഹു ചെങ്കടൽ തീരത്തെത്തിയപ്പോൾ കപ്പൽ കിട്ടിയില്ല. മറുനാട്ടിലേക്ക് അള്ളാന്റെ ദീന് പഠിപ്പിക്കാൻ വേണ്ടി പോകാൻ. അപ്പോൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, കപ്പൽ കിട്ടാത്തതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ബഹ്റൈനിൽ എത്താമല്ലോ എന്ന് പറഞ്ഞു അലാഉബ്നുൽ ഹളറമി. അലാഉബ്നുൽ ഹളറമി റളിയല്ലാഹു അൻഹു കപ്പൽ കിട്ടിയിരുന്നെങ്കിൽ ദിവസങ്ങളോളം കപ്പൽ യാത്ര ചെയ്യണ്ടേ, ഈ കപ്പലില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എത്തുമല്ലോ എന്ന് പറഞ്ഞു. എല്ലാരോടും കണ്ണടച്ചോളൂ എന്ന് പറഞ്ഞു. കണ്ണങ്ങോട്ട് അടച്ചു, ഇക്കറങ്ങോട്ട് ചെല്ലിപ്പിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇഫ്താഹു, ഇനി കണ്ണ് തുറന്നു നോക്കി. സ്വഹാബികൾ കണ്ണ് തുറന്നു നോക്കി. ഫനഹനു ബി ബഹ്റൈൻ, അപ്പോഴത്തിന് ബഹ്റൈനിൽ എത്തിയിട്ടുണ്ട് അലാഉം സംഘവും റളിയല്ലാഹു അൻഹു. അത് പഠിപ്പുണ്ടാ? ഇന്നാലിന്നത് ചെയ്താൽ മതി എന്ന് പഠിപ്പൊന്നുമില്ല. അതിന് പഠിപ്പൊന്നുമില്ല. അത് ആ സമയത്ത് അത് ചെയ്യലാണ്. സഫീന എന്ന സ്വഹാബി കാട്ടിലകപ്പെട്ടു. സിംഹം കൊല്ലാൻ വേണ്ടി വന്ന കഥ ഇബ്നു തൈമിയ പറയുന്നുണ്ട്. ഇബ്നു തൈമിയ പോലും അൽ മുഅജ്ജത്ത് വൽ കറാമയിൽ പറഞ്ഞിട്ടുണ്ട്. സിംഹം വാപ്പിളർന്നുകൊണ്ട് ഓടി വന്നു. അപ്പോൾ പറഞ്ഞു, നിന്ന മര്യാദക്ക് നായെ മര്യാദ, കാട്ടിലെ നായെ മര്യാദക്ക് നിന്നോ. തരിഫുനി ജിന്നാൻ, അറിയോ അന ഖാദിമു റസൂലില്ലാ, റസൂലുള്ളാഹിന്റെ ഖാദിമാണ് എന്ന് പറഞ്ഞു. സിംഹം നിന്നോടുത്തു.
അദ്ദേഹത്തിന്റെ കൂടെ നടന്നു കൊടുത്തു. അദ്ദേഹത്തെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടാക്കുന്ന മറ്റു കാട്ടുമൃഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയിട്ട് കൂടെ നടന്നു കൊടുത്തു ഈ സിംഹം. എന്റെ മുൻകാലിനെ ഒരു നാട്ടിലേക്ക് ഒരു ഗ്രാമത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നവർ വരെ കൂടെ നടന്നു കൊടുത്തു സിംഹം. അങ്ങനെ ആ ഗ്രാമത്തിലേക്ക് അദ്ദേഹം ചേർന്നപ്പോഴോ മുൻകാല് മുന്നിലേക്ക് നീട്ടിയിട്ട് ഉദ്യോഗ പറഞ്ഞു, ഒരു യാത്രാമംഗളം ചെന്ന് പറഞ്ഞിട്ട് ഈ സിംഹം മടങ്ങിപ്പോയി. ഈ സംഭവം സ്വഹീഹാണെന്ന് ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തിയിട്ടുണ്ട് അൽ മുഅജ്ജത്ത് വൽ കറാമ. ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ മൂട്ടെടുത്ത് വന്നാൽ മതി, ഞാൻ കാണിച്ചത് എന്റെ കയ്യിൽ കിതാബുണ്ട്. അതിൽ പഠിപ്പുണ്ടോ? സിംഹത്തെ കാണുമ്പോൾ ഇങ്ങനെ പഠിപ്പുണ്ടോ? ഒരു പഠിപ്പില്ല. കറാമത്തിന് പഠിപ്പില്ല, മുഅജ്ജത്തിന് പഠിപ്പില്ല, സിഹറിനൊരു പഠിപ്പുണ്ട്. അതിൽപ്പൊരു പ്രത്യേക മാജിക്, കൺകെട്ട്, ഇതിനൊക്കെ പഠിപ്പുണ്ട്. ജ്യോത്സ്യം അതിനൊരു പഠിപ്പുണ്ട്. സിഹർ അതിനൊരു പഠിപ്പുണ്ട്. ഒരു പഠിപ്പിന്റെ കോലത്തിൽ ആ പഠിപ്പിലെ അക്ഷരം തെറ്റിയ നേരെ തിരിമാറി ഒന്നുമില്ല. സയ്യിദുന സുലൈമാൻ കാറ്റത്ത് പറഞ്ഞു പഠിപ്പുണ്ടോ? ഒരു പഠിപ്പുമില്ല. ഉയർത്ത് കാറ്റിനോട് പറയും, ഒറ്റടിക്ക് ഉയർത്തി കൊടുത്തു. അങ്ങനെ പോകും. ആ കാറ്റ് മെല്ലെ പോയാ മതി. അദ്ദേഹത്തിന് തോന്നുമ്പോൾ കാറ്റ് മെല്ലെ പോവും. കാറ്റ് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോകും. അതിന് പഠിപ്പില്ല. അതുകൊണ്ട് മനുഷ്യരെ ഇങ്ങനത്തെ ഇതാണ് സിഹറിനെയും മുഅജ്ജത്തിനെയും വേറിട്ട് ജനങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു ഈ രണ്ട് മലക്കുകൾ, മനുഷ്യരൂപം പൂണ്ട മലക്കുകൾ. അതാണ് വമാ ഉൻസിലാലൽ മലക്കൈനി ബിബാബില ഹാറൂത വമാറൂത്ത് എന്ന് പറഞ്ഞത്. ഇതാണ് അതിന്റെ ഏകദേശമെല്ലാം. അതൊന്നും ഈ കാര്യം വിശദീകരിച്ച് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരി പറയുന്നുണ്ട്. ഖിസ്സത്തു ഹാറൂത വമാറൂത ജാഅത് ബിസനദിൻ ഹസനിൻ മിൻ ഹദീസ് ഇബ്നു ഉമറ في مسند احمد والطبري في راده طرقهما بحيث يقلى بمجموعها على ان للقصه اصلا. ഇത് അസ്ലിൽ ചരിത്രം തന്നെയാണ്. ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരി പറയാണ്, പ്രാമാണികമായ കിതാബാണത്. അന്നല്ലാഹ റകിബ ശഹവത ഫീ മലക്കൈനി മിനൽ മലായിക ഇഖ്തിബാറൻ ലഹുമാ. രണ്ട് മലക്കുകൾ പൊലിമ പറഞ്ഞപ്പോൾ അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, മലക്കുകൾക്കൊരു പാഠമാകാൻ വേണ്ടി, മനുഷ്യന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് അള്ളാഹു തെറ്റ് ചെയ്താലും മനുഷ്യർക്ക് പുറത്തു കൊടുക്കുമല്ലോ. കാരണം ശഹ്വാനിയായ ഖുവ്വത്തിനെ അള്ളാഹു അവരിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ ശഹ്വാനിയായ ഖുവ്വത്തെ നിക്ഷേപിച്ചപ്പോൾ മലക്കുകൾ വരെ നാശമായിട്ടുണ്ട്. മനസ്സിലാവുന്നില്ലല്ലോ പഠിച്ചവനെ. ശഹ്വാനിയായ ഖുവ്വത്ത് മലക്കൾ നിക്ഷേപിച്ചപ്പോൾ മലക്കുകൾ വരെ നാശമായിട്ടുണ്ട്. അത് നിക്ഷേപിച്ചിട്ട് നാശാകാത്ത മനുഷ്യന്മാർ മരിച്ചാൽ ആകാശവും ഭൂമിയും കരയും. അവർ മലക്കിന്റെയും മേലെയാണ്. ഒരായത്തുണ്ട് മനുഷ്യൻ മലക്കിന്റെ മേലെയാണ്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ. ഈ ആയത്തോടിയിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ബശറു അഫ്ളലു മിനൽ മലായിക. ശ്രദ്ധിക്കുക, സൂറത്തുൽ ബയ്യിനയിൽ ഒരു ആയത്തുണ്ട്. ഈ ആയത്തോടിയിട്ട് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സമർത്ഥിച്ചു, അന്നൽ ബശറ അഫ്ളലു മിനൽ മലായിക, മനുഷ്യന്മാർ മലക്കുകളെ മേലെയാണ് എന്ന് സമർത്ഥിച്ചു. അതിനുവേണ്ടി ഈ ആയത്താണ് തെളിവായി കൊണ്ടുവന്നത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കുക, ചിന്തിക്കണം. അപ്പോൾ ഇതിലൊന്നും അത്ഭുതമില്ല. സൂറത്തിൽ ബശരി വഹാകമ ബിൽ അദലി മുദ്ദതൻ സുമ്മ ഫതുന ബിംറാത്തിൻ ജമീലത്തിൻ ഫഉഖബ ബിസബബി ദാലിക ബിഅൻ ഹുബിസ ഫീ ബിരിബാബിൽ ബാബിൽ മുനക്കസൈനി വബതുലിയ ബിന്നുതഖി ബിഇൽമി السحരി فصار يقصدهما ما يطلب ذلك فلا ينطقان بحضرة أحد حتى يحذرا وينهى فإذا سر تكلما بذلك ليتعلم منهما ذلك. ഈ രണ്ട് മലക്കുകൾക്കും അല്ലാഹു തആല ഒരു ശിക്ഷ നടപ്പിലാക്കി. അവരെ തേടി വരുന്നവർക്കൊക്കെ ഒരു സിഹറിനെയും മുഅജ്ജത്തിനെയും വേറെയാക്കി പറഞ്ഞു കൊടുക്കും. സിഹറിനൊരു പഠിപ്പുണ്ട്, അതിങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്താ കാരണം? സഹയന്മാരൊക്കെ ഞങ്ങളൊക്കെ നബിമാരാണെന്ന് പറഞ്ഞ കാലഘട്ടമായിരുന്നു. ഇതിൽ ഒരുപാട് ദേശങ്ങളുണ്ട്. ഒന്ന് മലക്കുകളെ പഠിപ്പിക്കുക, ഒന്ന് മനുഷ്യന് സിഹറും മറ്റും വേറിട്ട് പഠിപ്പിക്കുക. ഇതൊക്കെയായിരുന്നു അതിന്റെ പിന്നിലുള്ള ഉദ്ദേശ്യം എന്ന് ഫത്ഹുൽ ബാരി വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ വിശദീകരിക്കണില്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും സിഹർ ചെയ്തല്ലോ.
ലബീദ് ബിൻ അസ്സം എന്ന തെമ്മാടി, ചൂടന്മാരെ കൂട്ടത്തിലെ തെമ്മാടിയായ ലബീദ് ബിൻ അസ്സം സിഹർ ചെയ്തത് സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയതാണ്, സത്യമാണ്. അപ്പോഴാണ് ഖുർആനിൽ 2 ആയത്ത് ഇറങ്ങിയത്. എന്ന കുളത്തിന്റെ അടിഭാഗത്തെ കല്ലിന്റെ അടിയിലിട്ട് ചില പ്രത്യേക സാധനങ്ങളെ വെച്ചിട്ട് സിഹർ ചെയ്തു പുണ്യനബിക്ക് എതിരെ ഈത്തപ്പനയുടെ പൂങ്കുല എടുത്തിട്ട് 11 കെട്ടുകൾ കെട്ടി. ആ കെട്ടുകൾ കെട്ടിയിട്ട് പ്രത്യേകമായ ഓരോ കെട്ടിലും ഓരോ ജപങ്ങൾ നടത്തി. അതിനുവേണ്ടി സഹായിച്ചത് ക്ഷുദ്രകളായ ചില സാഹിറത്തുകളായിരുന്നു. ലബീദിന് 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ആ പെണ്ണുകുട്ടികൾ പച്ച തെമ്മാടിച്ചുകളായിരുന്നു. ആ തെമ്മാടിച്ചുകളാണ് സഹായിച്ചത്. സിഹർ ചെയ്യുന്നവർക്കൊരു പ്രത്യേകതയുണ്ട്, അവർ തെറ്റ് ചെയ്താലേ ശൈത്താൻ സഹായിക്കുകയുള്ളൂ.